ഹലോ, നമുക്ക് വിഷു അല്ല, നമുക്ക് ചക്ക വറക്കാം. ചക്കപ്പേരി വിഷു ആയിട്ട് ചക്ക വറക്കാം. അപ്പൊ ചക്ക വെട്ടിപ്പറിച്ച് ഒക്കെ എടുത്ത് കാലത്ത് പോലെ പണിയാണ്. അതെ, അരിഞ്ഞ് എടുക്കണം. ഇത് പഴച്ചക്കയാണ് കേട്ടാ. പഴച്ചക്ക എന്ന് പറഞ്ഞാൽ തെക്കോട്ടൊക്കെ കൂഴച്ചക്ക എന്ന് പറയും. അപ്പൊ ചിലര് പറയും ഉപ്പേരി വറക്കാൻ നല്ലതാണ് പഴച്ചക്കാന്ന്. അപ്പൊ നമുക്ക് ഉപ്പേരി വറക്കാം. വിഷുവൊക്കെ അല്ലേ വരുന്നേ, അപ്പൊ നമുക്ക് കഴിക്കാലോ. ചക്ക വറക്കാം. ഇതേപോലെ അരിഞ്ഞ് ഇതാക്കി എടുക്കാം. ചോളയും ഇത് ചവണിയും കോളയും കുരുവൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പരുവത്തില് അരിഞ്ഞെടുക്കുക. അത് ചോളത്തിരി കട്ടി ചില ഭാഗം കട്ടി കൂടുതലും. നമുക്ക് ചക്ക അരിഞ്ഞത് കാണിച്ചല്ലോ, ഇത് നമുക്ക് എണ്ണയിൽ ഇടാം, വറക്കാം. എണ്ണ തിളച്ച് അതിൽ അടുപ്പ് കത്തിച്ചൊക്കെയാണ് വറക്കാറ്. ഇതിപ്പോൾ അടുപ്പ് കത്തിക്കാന്ന് പറഞ്ഞെങ്കിൽ വലിയ കൊല്ലാപ്പ. വിറക് ഒക്കെ അവിടെ പഴയ വീടിൻ്റെ അവിടെയാണ് ഇരിക്കണേ. അതൊക്കെ അവിടെ നിന്ന് എടുക്കുന്നത് വരണം. പിന്നെ ഈ അടുപ്പിൽ തീ കൂട്ടി കത്ത് പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൽ വറ കഴിയും. അപ്പോൾ ഗ്യാസിലാവുമ്പോൾ നമുക്ക് വേഗം പണി കഴിയും. അതിനൊന്ന് ഇളക്കാറാവുമ്പോൾ നമുക്ക് മറച്ചിടാം. അപ്പോൾ തിളച്ച് കയറി വരും എണ്ണ. ശരിക്കും എണ്ണ തിളച്ച് മുകളിൽ കയറി ഉള്ളൊന്ന് ഇതാവുമ്പോൾ നമുക്ക് മറച്ചിടാം. ഇതാണ് വറുത്ത് കോരിയത്. ഒരു വറുത്തെടുത്തു. ഇതാണിത് വറുത്ത് കോരിയതാണിത്. ഈ കളറ് രണ്ട് വറുത്ത് എടുക്കാം. പറയട്ടെ, ഓണാണോ? അപ്പം അങ്ങനെ നമ്മുടെ ചക്ക വറുത്തത് ചക്കുപ്പേരി റെഡിയായി. നല്ല മുറുക്കൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അതിൻ്റെ കൂഴച്ചക്ക തെക്കോട്ടൊക്കെ കൂഴച്ചക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടേക്ക് പഴച്ചക്ക എന്നാ പറയാ. പഴുത്ത് കഴിഞ്ഞാൽ തിന്നാൻ വലിയ ടേസ്റ്റ് ഇല്ലല്ലോ. അത് കൂട്ടാൻ വയ്ക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വെന്തുടയില്ല, നല്ല ചക്കയാണ്. ഉപ്പേരി വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പരീക്ഷ നോക്കുക. പരീക്ഷ ഇത് ചക്ക എല്ലാവരും ചക്കയുടെ സീസണാണല്ലോ. ഇപ്പോൾ മിക്ക ആൾക്കാരും കൈ ഒഴിവുണ്ടെങ്കിൽ ഒരു ദിവസം ചക്ക ആയാലും വറക്കും. ഇപ്പോൾ വിഷുക്കാലമൊക്കെ അല്ലേ, എല്ലാവരും വറക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക.